എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൊല്ലവർഷം 1202 നമ്മൾ കടക്കാൻ പോവുകയാണ്. വരാനിരിക്കുന്ന ഒരു വർഷക്കാലം പ്രപഞ്ചത്തിലെ മഹാഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതുക്കൾ എന്നിവയുടെ സഞ്ചാരം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഏതൊരു വ്യക്തിക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 1202 ആണ്ടിലെ മീനക്കൂറുകാരുടെ പുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമഗ്രമായ വർഷഫലത്തെപ്പറ്റിയാണ്. തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വർഷം സംഭവിക്കാൻ പോകുന്നത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ ജാഗ്രതയൊക്കെ പുലർത്തേണ്ടത്? ഏതൊക്കെ മേഖലകളിലാണ് ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നത്? ഈ വർഷത്തെ ഗ്രഹദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ചെയ്യേണ്ട ലളിതവും ശക്തമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടെയും വിശദമായും ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ കൊല്ലവർഷത്തിൽ വളരെ സവിശേഷമായ ഒരു ഗ്രഹസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവമായ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടായിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം 2027 ജനുവരി 24 വരെ 6-ാം ഭാവമായ ചിങ്ങത്തിലേക്കും പിന്നീട് വക്രഗതിയിൽ വീണ്ടും 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലും അതിനുശേഷം വീണ്ടും ചിങ്ങൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നു. ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ ജന്മരാശിയായ മീനത്തിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ജന്മശനി കാലഘട്ടമാണ് മീനൻ രാശിക്കാർക്ക്. അതിനുശേഷം 2-ാം ഭാവമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഡിസംബർ 5-ന് രാഹു 12-ാം ഭാവമായ കുംഭത്തിൽ നിന്ന് 11-ാം ഭാവമായ മകരത്തിലേക്കും കേതു 6-ാം ഭാവത്തിൽ നിന്ന് 5-ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ മിശ്രിത ഫലങ്ങളാണ് മീനക്കൂറുകാർക്ക് കാണുന്നത്. ജന്മശനിയുടെ കാഠിന്യത്തേക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കർക്കിടകത്തിലെ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിക്കൊക്കെ സാധിക്കുന്നതാണ്. ഇനി ഓരോ മേഖലയും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ മീനക്കൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് ചിന്തിക്കാം. ജന്മശനി തുടരുന്നതിനാൽ ജോലിസ്ഥലത്ത് ചില സമ്മർദ്ദങ്ങളും ഉത്തരവാദിത്ത കൂടുതലും ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേരിടേണ്ടതായി വന്നേക്കാം. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അർഹമായ ഒരു അംഗീകാരം ലഭിക്കാൻ വൈകുന്നതായും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ 2026 ഒക്ടോബർ 31 വരെയും പിന്നീട് 2027 ജനുവരി മുതൽ ജൂൺ വരെയുമുള്ള കാലയളവിൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ വലിയ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്. ഒക്ടോബർ അവസാന വാരത്തിന് മുൻപായി പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ജോലി മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവരെ പെട്ടെന്നുള്ള എടുത്തുചാട്ടമൊക്കെ ഒഴിവാക്കുക. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയൊക്കെ മാത്രം ജോലി രാജിവെക്കുകയോ അല്ലെങ്കിൽ ജോലിയുടെ മാറ്റത്തിനോ ഒക്കെ ശ്രമിക്കുക. ഡിസംബർ 5-ന് ശേഷം രാഹു 11-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ച അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതുമാണ്. ചുരുക്കത്തിൽ അലസതയൊക്കെ വെടിഞ്ഞ് കഠിനാധ്വാനമൊക്കെ ചെയ്താൽ ജന്മശനിയുടെ ദോഷങ്ങളെയൊക്കെ മറികടന്ന് തൊഴിൽ രംഗത്ത് നല്ല രീതിയിലുള്ള വിജയമൊക്കെ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന മീനക്കൂറുകാരുടെ കാര്യം നോക്കാം. ഈ വർഷം വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ആരംഭിക്കുമ്പോൾ കരാറുകളൊക്കെ കൃത്യതയോടെ എഴുതി തയ്യാറാക്കേണ്ടതാണ്. പരസ്പര വിശ്വാസക്കുറവ് പങ്കാളികൾക്കിടയിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വലിയ തുകകളൊക്കെ പുതിയ മേഖലകളിലൊക്കെ നിക്ഷേപിക്കുന്നത് 2026 ഒക്ടോബറിന് മുൻപോ അല്ലെങ്കിൽ 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള വ്യാഴത്തിൻ്റെ അനുകൂല സമയത്തോ ഒക്കെ ആകാൻ ശ്രദ്ധിക്കുക. പരമ്പരാഗത ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ഈ വർഷം സാവധാനത്തിലുള്ള പുരോഗതി മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലും നഷ്ടങ്ങളിലേക്കൊക്കെ പോകാതെ വ്യാഴത്തിൻ്റെ ബലം നിങ്ങളെ കാത്തു രക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ സാങ്കേതിക വിദ്യകളും വിപണന തന്ത്രങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ശത്രുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മീനക്കൂറുകാർക്ക് ഈ കൊല്ലവർഷം വരവും ചിലവും ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. ഒക്ടോബർ വരെ വ്യാഴത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളതിനാൽ പല വഴികളിലൂടെയും ധനാഗമനം ഒക്കെ ഉണ്ടാകും. കുടിശ്ശികയായിട്ടൊക്കെ കിടന്നിരുന്ന തുകകളൊക്കെ തിരികെ ലഭിച്ചേക്കാം. ജന്മശനിയൊക്കെ ഉള്ളതിനാൽ ആരോഗ്യകാര്യങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ടതായും വരാം. വീട് മാറ്റം, അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായും പണം ചിലവാകാനും സാധ്യതയുണ്ട്.
ഈ വർഷം ആർക്കും വലിയ തുകകൾ ജാമ്യം നിൽക്കാനോ കടം കൊടുക്കാനോ പാടില്ല. തിരികെ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. ഡിസംബറിന് ശേഷം ഡിസംബർ 5 രാഹു 11ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ അപ്രതീക്ഷിതമായ ധനലാഭത്തിനും ഭാഗ്യാനുഭവങ്ങൾക്കുമൊക്കെ വഴി തുറക്കുന്നതാണ്. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭമൊക്കെ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിൽ മിശ്ര ഫലങ്ങളാണ് ഈ വർഷം അനുഭവപ്പെടുക. ജന്മശനി പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയേക്കാം. പങ്കാളിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ച മനോഭാവവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം നിലനിർത്താൻ സാധിക്കൂ. എന്നാൽ വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തിലെ സാന്നിധ്യം കുടുംബത്തിലെ വലിയ തകർച്ചകളൊക്കെ ഉണ്ടാകാതെ കാത്തുരക്ഷിക്കുന്നതുമാണ്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലെ സഞ്ചാരകാലം ഒക്ടോബർ 31 വരെയും ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവും സന്താനഭാഗ്യത്തിന് വളരെയധികം അനുകൂലമാണ്. പ്രണയിക്കുന്നവർക്ക് ഈ വർഷം അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ സംശയങ്ങൾ പരസ്പരം അകൽച്ച ഉണ്ടാകാതെ നോക്കണം. വീട്ടുകാരുടെയൊക്കെ സമ്മതത്തോടെ വിവാഹത്തിലേക്കൊക്കെ കടക്കാൻ അനുയോജ്യമായ സമയം കൂടിയാണ് ഇത്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മികച്ച ഫലങ്ങളൊക്കെ കൈവരിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. അലസതയും ശ്രദ്ധക്കുറവുമൊക്കെ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഒക്ടോബറിന് മുൻപായി മികച്ച അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ കഠിനമായിട്ടൊക്കെ പരിശ്രമിക്കേണ്ടതായി വരാം. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മീനക്കൂറുകാർ ഈ വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യത്തിലാണ്. ജന്മശനിയൊക്കെ ഉള്ളതിനാൽ തലവേദന, അസ്ഥി സംബന്ധമായ വേദനകൾ, ദഹനക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രതയൊക്കെ പുലർത്തുക. കൃത്യമായ ഭക്ഷണ രീതിയും അതുപോലെ യോഗയോ വ്യായാമമോ ഒക്കെ ശീലിക്കുന്നതും ഈ വർഷത്തെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ ഒരു പരിധി വരെ മോചിപ്പിക്കുന്നതാണ്. ഇനി ജന്മശനിയുടെയും മറ്റ് ഗ്രഹമാറ്റങ്ങളുടെയൊക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും ഇനി പറയുന്ന പരിഹാരങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിലെ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ ശനി ഗായത്രി മന്ത്രം ജപിക്കുന്നതും ആർക്കെങ്കിലുമൊക്കെ അന്നദാനം നടത്തുന്നതുമൊക്കെ ശനിയുടെ പ്രീതിക്ക് നല്ലതാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുക. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ശുഭകരമാണ്. അതുപോലെ സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടൊക്കെ കഴിയുന്ന വഴിപാടൊക്കെ നടത്തുക. അതുപോലെ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് ജന്മശനിയുടെയൊക്കെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ഈ പരിഹാരങ്ങളൊക്കെ തികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടുമൊക്കെ കൂടി ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെയൊക്കെ ലഘൂകരിക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അതിനെ ഈശ്വരവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഒക്കെ നേരിടാൻ മീനക്കൂറുകാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1202 ആണ്ടിലെ ഈ ഫലങ്ങൾ പൊതുവായ ഗ്രഹസ്ഥിതിയൊക്കെ അനുസരിച്ചുള്ളതാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികളൊക്കെ അനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.